ചിറ്റേ, ഈ ചടങ്ങ് കഴിയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എനിക്ക് അർജന്റായിട്ടൊരു ജോലിയുണ്ട്. ഞാനെന്നാ പോയിട്ട് വരാം. പോയിട്ട് വാ മോനെ. ശരി. ആ മോനെ മുരളികൃഷ്ണ. ചിറ്റേ, ഈ കല്യാണം നടക്കുന്നതില് നിനക്ക് സന്തോഷല്ലേടാ? അവന് ഒരുപാട് സന്തോഷമായി എന്നാ പറഞ്ഞു. ശ്വേതയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടുമ്പോ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ പിന്നെ മുരളിക്ക്? ചേച്ചി, ഞാനും ലക്ഷ്മിയും കൂടെ ഒരു ഫ്രണ്ടിന്റെ വീട് വരെ പോയി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ വിളിച്ചോളാം നിന്നെ. എന്നാ പോയിട്ട് വരാം. പോയിട്ട് വരാം. ചെന്നിട്ട് വിളിക്കണേ. ഈ ദക്ഷിണ വാങ്ങിച്ചോ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എടാ പട്ട ഇവിടെ വീണിട്ടുണ്ടാ. അതെ, അത് കുരുങ്ങിയിരിക്കാന്ന് തോന്നുന്നു. ഇതെന്താണ് ഇങ്ങോട്ട് വലിച്ചിട്ട് പെട്ടെന്ന് വരാത്തത്? നന്നായിട്ട് ആനി വലിക്കടാ. നല്ലോണം പിടിച്ചു വലിക്കടാ, പൊട്ടിക്കടാ. അത് കുറച്ച് മുന്നോട്ട് കയറിന്ന് വലിക്കടാ, അപ്പൊ അത് വരും. വലിക്ക്. എടാ ഇത് പട്ടത്തിന്റെ നൂല, അത്ര പെട്ടെന്ന് കിട്ടൂല. വലിക്ക്. ഇതിപ്പോഴല്ലേ നാട്ടിയത്? ഇത്ര പെട്ടെന്ന് ധാര പറിച്ചു താഴെട്ടും. എന്തെങ്കിലും ആട്ടെ, ഒന്നുകൂടെ കൊണ്ടുപോയി നാട്ടിൽ നിർത്തിയേക്കാം. ഈ കൊടിക്കാല് തനിയെ ഇവിടെ വന്ന് വീണടാ. എടുക്കാൻ പോകുമ്പോൾ തന്നെ നീങ്ങുന്നു. നിന്നോട് കണ്ണി കണ്ട സാധനം ഒന്നും വാങ്ങിച്ച് കുടിച്ചേക്കല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നീലാംബരി അമ്മ നിന്നെ അടിച്ചതിന് പ്രതികാരം ചെയ്യാനല്ലേ നീ ഇത് പിഴുതു കളഞ്ഞത്? നിന്റെ കാര്യം ഇന്ന് തീരുമാനമാവും. എന്തിനാടാ എന്നെ അടിച്ചേ? എടാ സത്യം പറ, നീ മാജിക്കല്ലോ പഠിച്ചിട്ടുണ്ടോ? ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കില്ല. എന്നെ കണ്ടാൽ തന്നെ എല്ലാരും പേടിക്കും. എന്നെയാണോ നീ പേടിപ്പിക്കാൻ നോക്കുന്നേ? അയ്യോ 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 അമ്മേ, അയ്യോ എന്നെ തല്ലല്ലേ, അയ്യോ വേദനിക്കുന്നു, അയ്യോ തല്ലല്ലേ, അടിക്കില്ലേ, വേണ്ട അടിക്കില്ലേ, അടിക്കില്ലേ, ഇന്ന് കാലത്ത് തൊട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങിയതാ. ചേടാ ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ നാട്ടിലെങ്ങാനും പോയി കാണുമോ? അയ്യേ എന്താ ഇത്? അല്ല ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? അയ്യോ, നീ എന്താ കുട്ടിവാളന്റെ പ്രേതമാണോ? എന്തിനാ നീ അവളെ പോലെ അടിക്കില്ലേ? അടിക്കില്ലേ അടിക്കില്ലേ എന്നെ അടിക്കില്ലേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? അയ്യോ എന്നെ വെറുതെ വിട്, എന്നെ തല്ലില്ല. അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ. കുട്ടിവാള് എപ്പോഴാണ് ഈ രൂപത്തിലായ? അയ്യോ
എന്ത് പറ്റിയാളിയാ? നിക്ക് ഒരു മിനിറ്റ്. ആദ്യം ഞാൻ പറയുന്നത് കേട്ടിട്ട് പിന്നെ എന്നെ തല്ലിക്കോ. എനിക്കിട്ട് തല്ലിട്ട് ഒരു കാര്യമില്ല. ഞാൻ വെറും ഒരു കോമഡിനാ. ദേ ആ നിക്കുന്നില്ലേ, അവനാണ് വില്ലൻ. അവനിട്ട് പോയി 2 കൊടുക്ക്. ചെല്ല് ചെല്ല്. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഇതെന്തു പറ്റി? ഈ കമ്പ് കുട്ടിമാളൂരെ പോലെ കറങ്ങി കറങ്ങി അടിക്കുന്നുണ്ടല്ലോ. എന്റെ ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു. മഹേഷിന്റെ ഗതി അതോ ഗതി. എന്താണത്? ഇതെന്തിനാ എന്നെ വന്ന് അടിക്കണേ? വന്ന് പിടിക്കണ, ഇതിന് വന്ന് പിടിക്കാൻ. ഇവന്മാരേതാ? ഇതിപ്പോ വന്ന് പിടിച്ചില്ലെങ്കിൽ നിനക്ക് കൈയും കാലും ഞാൻ വെട്ടിക്കളയും. വന്ന് പിടിക്കാൻ പറഞ്ഞു കേൾക്കല്ലേ? വിവരദോഷികൾ. അപ്പൊ ആദ്യം ഉമ്മാർക്കിട്ടാണ് കിട്ടിയത്. അയ്യോ അയ്യോ ഒന്നും ചെയ്യല്ലേ. അയ്യോ ഇങ്ങനെ അടിക്കരുത്. അയ്യോ അയ്യോ, വല്ല മുറിക്കകത്ത് കയറി കഥ കടത്തെങ്കിലും ഇതിന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റൂ. എന്റെ അമ്മയെ എന്താ ഏട്ടാ ഇത്? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കണ്ടല്ലോ. ഇതൊക്കെ ഭയങ്കര തെറ്റാണെന്നേ. എഴുന്നേക്കുന്നേ. അയ്യോ എനിക്കറിയാം, തല്ലു മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് താഴെ കിടന്നതാണ്. കുട്ടിമാളു, എന്റെ കഥ പകലിങ്ങനെ അവളുടെ പുറത്ത് കാലം കയറ്റി വെച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാൻ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായോ? തല്ലു മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് താഴെ കിടന്നതാ കുട്ടിമാളു. അന്ന് കിട്ടിയ അടി നിങ്ങൾ മറന്നുപോയി. ചേച്ചി, ചേട്ടൻ ഒരു പഞ്ചപാവ. ഇനി ചേട്ടനെ അടിക്കരുത് ചേച്ചി. ഇദ്ദേഹത്തെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വലിച്ചുവാരി കഴിക്കുന്നല്ലേ ഉള്ളൂ. മനസ്സുകൊണ്ട് ആളൊരു ശുദ്ധ പാവ. കൊള്ളാലോടി, എന്റെ ഭർത്താവിന് നീ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വരുന്നോ? നിന്നെ ഞാൻ. കുട്ടിമാളു വേണ്ട കുട്ടിമാളു, നീ ഇവിടെ കിടക്ക്. നമുക്ക് 3 പേർക്ക് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാതെ. എന്താ പറഞ്ഞേ? ഞാനും കൂടെ കിടക്കണോ? നിങ്ങളെ ഞാൻ പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ. കിട്ടുന്നത് മേടിച്ചോ. കുട്ടാ, എന്താ ഇത്? ഈ കൊടിക്കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാണല്ലോ. നിനക്ക് ഇപ്പഴല്ലേ മനസ്സിലായേ? ഞാൻ കൊറേ മേടിച്ചു കൂട്ടിട്ട് അവിടെ ഇരിക്കുന്നത്. എന്റെ ദൈവമേ, എന്താ കുട്ടാ ഇത്? സാറേ സാറേ, എന്റെ പൊന്നു സാറേ, എന്തിനാ ഈ പക്ഷാഭേദം? എനിക്കിട്ട് നിരപ്പിന് തല്ലില്ലേ? കുട്ടിമാളിന് ശരിക്കും ഒരെണ്ണം പോലും കൊടുത്തില്ലല്ലോ. ഇത് അത്ര ശരിയല്ല കേട്ടോ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ദേഹത്ത് തൊട്ട് കളിക്കരുത്, പറഞ്ഞേക്കാം. വാങ്ങിച്ചോ. എടോ മഹാപാപി, താൻ അവളുടെ കൂടെ തന്നെ ഇരിക്കുകയാണോ? ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടോ. അയ്യോ അടിക്കല്ലേ. അയ്യോ വേണ്ട വേണ്ട, അടിക്കല്ലേ. വേദന എടുക്കാതിരിക്കൂ. അയ്യോ അയ്യോ അയ്യോ, എന്നെ തല്ലല്ലേ. ബാക്കിയുള്ളവർക്ക് കൂടെ കൊടുക്കും, ഞങ്ങളെ മാത്രം ഇട്ടിങ്ങനെ തല്ലാതെ. ഇനി ഒത്തിരി പേര് ഈ വീട്ടിലുണ്ട്, അവരെ പോയി തല്ലേ. കുട്ടാ കുട്ടാ, ആ കൊടിക്കാല് പോയി. നമുക്ക് റൂമിൽ പോകാം. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്റെ കയ്യിൽ നിന്ന് വിട് ചേട്ടാ. ചേട്ടാ എന്നെ വിട്ടേക്ക്. ചേട്ടാ കയ്യിൽ നിന്ന് വിട് ചേട്ടാ. മര്യാദക്ക് അവളുടെ കയ്യെന്ന് വിട്ടിട്ടേ ഇങ്ങോട്ട് വന്നേ.
അയ്യോ, ഞാൻ അറിഞ്ഞോണ്ട് വല്ല തെറ്റും ചെയ്യുമോ? അതും എന്റെ കുട്ടിമാളിന്റെ മുമ്പിൽ വെച്ച്. എന്തൊരു കഷ്ടമായത്. അതൊക്കെ നമുക്ക് പതുക്കെ ശരിയാക്കണേ. വെറും ഒരു പാവത്താനായ എനിക്കിട്ട് ഇത്രമാത്രം തല്ലിയപ്പോ ഇവളുമാർക്ക് ചേച്ചിക്കും കുട്ടികളും. എടി ശ്വേത, അങ്ങോട്ട് നോക്കിയേ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ? അത് തനിയെ വരുന്നു. ഇതെങ്ങനെയാ? ഇത് പറക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോവടി. വിവരദോഷി. അതെന്തേ? എന്താ ശ്വേതയുടെ പ്രശ്നം? എന്താ കാര്യം? എന്തു പറ്റി ശ്വേത? അത് നമ്മളിവിടെ നാട്ടിയതല്ലേ? പിന്നെ എങ്ങനെ ഇത് ഇവിടെ എത്തിയത്? അവളാണ് ഏറ്റവും വലിയ കള്ളി. അവക്ക് 2 എണ്ണം കൂടുതൽ കൊടുക്കണം. ഇതെന്താ വാതിലടച്ചിട്ടും പോകാത്ത? പെട്ടെന്ന് തന്നെ നന്നായിട്ട് അമർത്തി പിടിക്കേ. എടുക്കുന്നില്ല. അയ്യോ, ഒന്ന് വേഗം വിളിക്ക് ശ്വേതേ. ഹലോ, ഞാൻ ശ്വേത സംസാരിക്കുന്നത്. മോളെ, ഇത് എത്ര നേരം ഇവിടെ? അപ്പോ ഉടനെ വീടിന് മുകളിലേക്ക് ചെന്നിട്ട് വീടിന് ചുറ്റും പരിശോധിക്കണം. അവിടെ എവിടെയെങ്കിലും ചരട് മുറിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നോക്ക്. ഉറപ്പായും മന്ത്രച്ചരട് മുറിഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ആ ശക്തിക്കൊരിക്കലും വീടിനകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പൗർണമിയെ കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് മുറിഞ്ഞു പോയെടുത്തു വെച്ച് തന്നെ വീണ്ടും ബന്ധിക്കണം.
മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ അവിടെ വരും. ശ്വേത, അദ്ദേഹം എന്താ പറഞ്ഞത് പറ. മന്ത്രിച്ചരട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൗർണമിയെ കൂട്ടിക്കൊണ്ടതും അത് പഴയ പോലെ തന്നെ കെട്ടിയിടണം. നമ്മൾ എങ്ങനെയാ ഇപ്പൊ പുറത്തേക്ക് പോകുന്നേ? നമ്മളിപ്പോ എന്ത് ചെയ്യും അമ്മായി? ഒരു മിനിറ്റ് ശ്വേതേ, ഇന്ന് വരെ ഒന്നിന്റെ മുമ്പിൽ ഞാൻ ഭയപ്പെട്ടിട്ടില്ല. ചെയ്യാനുള്ളത് എന്തായാലും നമുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ മെനക്കെട്ടതൊക്കെ വെറുതെ ആയി പോകും. ശ്വേതേ, നീ എങ്ങനെയെങ്കിലും ടെറസിലേക്കോ പുറത്തേക്കോ പോ മോളെ. എന്നിട്ട് ആ ചരട് എവിടെയെങ്കിലും പൊട്ടിയോ നോക്ക്. നീ ഇപ്പൊ ഞാൻ പറയുന്ന കേക്ക്. ചരട് എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഫോൺ ചെയ്യണം. ഞാൻ ആ പൗർണമി എങ്ങനെയെങ്കിലും ഇവിടേക്ക് വിളിച്ചു വരുത്താൻ നോക്കട്ടെ. പോ, എന്ന് പറഞ്ഞാൽ പറ്റില്ല. ചരട് എവിടെയെങ്കിലും പൊട്ടിയോ നോക്ക്. പോ, അതല്ലാതെ മറ്റൊരു വഴിയില്ല. നമ്മുടെ മതിലോട്ട് പുറത്തെങ്ങും പോരുതട്ടോ. പോയിട്ട് വാ. എനിക്ക് വയ്യ. പോ, ശ്രദ്ധിച്ചു പോണേ ശ്വേതേ. പോയിട്ട് വരെ. അമ്മായി കഥകൾ ലോക്ക് ചെയ്തോ? അയ്യോ, പന്തൽക്കൽ സാറേ, വേഗം പൊയ്ക്കോ. ഈ പാവത്തിനെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടേക്കണേ. ചേച്ചി ചേച്ചി വേഗം വേഗം. അയ്യോ, അതിവിടെ തന്നെ. ഓടിക്കോ. അയ്യോ, പേടിയാവുന്നു ചേച്ചി. അമ്മായി ചരട് ഇവിടെ മുറിഞ്ഞു കിടക്ക. അയ്യോ, അതെങ്ങനെ സംഭവിച്ചു? അമ്മായി വേഗം ആ പൗർണമി എങ്ങോട്ട് വിളിച്ചു വരുത്ത്. സമയമില്ലെന്ന് വേഗം ആവട്ടെ. ശരി മോളെ, ഞാനിപ്പോ തന്നെ വിളിക്കാം. എന്താ മുരളിയേട്ട ഇത്? ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അവൾ എന്തു മനമറിക്കാൻ പോയിരിക്കുകയാണോ? അയ്യോ, ഇത്ര നേരമായിട്ട് അവള് ഫോൺ എടുക്കുന്നില്ലല്ലോ. പൗർണമി, ഫോൺ അടിക്കുന്നത് കേൾക്കുന്നില്ലേ? നീ എടുത്ത് സംസാരിക്കേ. അയ്യോ, കട്ടായല്ലോ. ഇതാ അമ്മേ. ഇതെന്താ നീലാംബരിയുടെ വീട്ടിൽ നിന്ന് ഫോൺ? ആരുടെ വീട്ടിൽ നിന്ന്? ഹലോ ശാരദേ, ഞാൻ നീലാംബരിയാ സംസാരിക്കുന്നേ. ശാരദേ, ഞാൻ നീലാംബരിയാ സംസാരിക്കുന്നേ. ഇനി മുതൽ പൗർണമിയോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത് കാരണം നിനക്കെന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. അതാലോചിച്ചപ്പോ എനിക്ക് വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ ഫോൺ ചെയ്യുന്നത്. പൗർണമി ഇല്ലാത്തത് കാരണം ഈ വീടല്ലാത്തത് പോലെയാ തോന്നുന്നേ. അതുകൊണ്ട് അവള് ഉടനെ ഇങ്ങോട്ട് അയക്കണം ശാരദേ. പറ്റില്ല. ഇനി മണിക്കുട്ടിയെ ഞാൻ അങ്ങോട്ട് വിടുന്ന പ്രശ്നമില്ല. അമ്മേ, എന്താ പറ്റിയേ? നീ മിണ്ടിപ്പോരുത് മണിക്കുട്ടി. മുരളീകൃഷ്ണൻ കൂടി എനിക്ക് വിഷമമൊന്നുമില്ലെങ്കിൽ പൗർണമിയെ ഇങ്ങോട്ട് വിളിച്ചോളാൻ പറഞ്ഞിട്ടാ. അതുകൊണ്ടാണ് ഞാനിപ്പോ വിളിച്ചേ. ഉടനെ തന്നെ അവൾ ഇങ്ങോട്ട് അയക്കും ശാരദേ. എന്തിനാ? അന്ന് നിങ്ങളെല്ലാവരും ചേർന്ന് അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോ മുരളിയും കൈയും കെട്ടി നോക്കി നിൽക്കുമല്ലായിരുന്നോ? ഇപ്പൊ അവന് തോന്നുമ്പോ വിളിച്ച അവളങ്ങോട്ട് കയറി വരണോ? എന്താ അമ്മ ഇത്? മുരളിയേട്ടനെ വിളിച്ചെന്ന് അമ്മായി പറഞ്ഞില്ലേ? ഞാനൊന്ന് പോയിട്ട് വരാം അമ്മേ. അമ്മായിയോട് പറ. എന്റെ പൊന്നമ്മയല്ലേ, പ്ലീസ് അമ്മേ. മണിക്കുട്ടി. അമ്മായി, ഞാൻ മണിക്കുട്ടിയെ സംസാരിക്കുന്നേ. എന്തു പറ്റി അമ്മായി? എന്റെ മോളെ, എന്റെ പൊന്നുമോളെ, നിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് ശ്വാസം നേരെ വീണേ.
മുരളി ഇന്ന് രാവിലെ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അയ്യോ അയ്യോ അവിടെ എന്താ പറ്റിയ അമ്മായി? അയ്യോ അവള് പാവാണെന്ന മുരളി എന്നോട് ഒന്ന് പറഞ്ഞത്. നിനക്കിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ പൗർണമി? ഞാൻ ഇപ്പൊ തന്നെ വരാം. ഉടനെ ഓട്ടോ വിളിച്ചിട്ട് വരണേ, ഞാൻ പൈസ കൊടുത്തോളാം. ഓക്കെ, പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു വരണേ. എന്നാ അമ്മേ, ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരട്ടെ. പോയി വരാം മുത്തശ്ശി.